Okay, next ഒരു question. A liquid mixture which distills over at a constant temperature without any change in composition of the mixture is called. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഇതും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഒരു ലിക്വിഡ് മിക്സ്ചർ അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഡിസ്റ്റിൽ ചെയ്യുന്നു. അതിൽ മിക്സ്ചറിൻ്റെ കോമ്പോസിഷനിൽ ഒരു ചേഞ്ചും ഇല്ല. ദാറ്റ് മീൻസ് അത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറിയാലും അതിൻ്റെ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യാതെ നിൽക്കും. ഇങ്ങനത്തെ മിക്സ്ചറിനൊരു പേരുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. സോൾവെൻറ്റ്, എലോട്രോപ്പ്, എസിയോട്രോപ്പ് ആൻഡ് എല്യൂട്ടൻ്റ്. ഏതാണ് ആൻസർ വരിക? അപ്പോൾ ഇത് ഓർത്തിരിക്കണം. അസിയോട്രോപ്സ് ആണ് ആൻസർ. അസിയോട്രോപ്സ് എന്താണെന്ന് പറയാം. അപ്പോൾ അസിയോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ചില സൊല്യൂഷൻസിൻ്റെ ബൈനറി മിക്സ്ചർ ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എ ബി എന്ന് പറയുന്ന 2 സൊല്യൂഷൻസ് ചേർത്തിട്ട് ഒരു മിക്സ്ചർ കിട്ടി. എ ബി എന്ന് പറയുന്നൊരു മിക്സ്ചർ ഉണ്ട്. സാധാരണഗതിയിൽ ഇവരെ തമ്മിൽ നമ്മൾ 2 സൊല്യൂഷൻസിനെ മിക്സ് ചെയ്ത് എ ബി എന്ന് പറഞ്ഞൊരു മിക്സ്ചർ എടുത്ത് അതിനെ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ബോയിൽ ചെയ്ത് പോകുന്നത് ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് ആരാണോ അവരായിരിക്കും ഫസ്റ്റ് വേപ്പറായിട്ട് പോവുക. ഓക്കെ, അങ്ങനെയാണല്ലോ. എന്നാൽ ഈ അസിയോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ചില ബൈനറി മിക്സ്ചേഴ്സ് ഉണ്ട്, ചില സൊല്യൂഷൻസ് അതിനെ നമ്മളൊരു പ്രത്യേക കോമ്പോസിഷനിൽ എടുക്കുകയാണ്. ഒരു പ്രത്യേക കോമ്പോസിഷനിൽ പ്രത്യേക പെർസെൻറ്റേജിൽ നമ്മൾ ഇവരെ മിക്സ് ചെയ്ത് ഒരു മിക്സ്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവരുടെ ഒരു മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ സൊല്യൂഷൻ പോലെ ആക്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു ലിക്വിഡ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ലൈക്ക് എ സിംഗിൾ ലിക്വിഡ്. ഒരു സിംഗിൾ ലിക്വിഡിൻ്റെ സ്വഭാവം ഇവർ കാണിക്കും. അപ്പോൾ ഈ ഒരു പ്രത്യേക കോമ്പോസിഷനിൽ എടുക്കുന്ന ഈ ഒരു ബൈനറി മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, ഇവരെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ അപ്പോൾ ഈ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ആയിട്ട് ബോയിലിംഗ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ എ ബി എന്ന് പറയുന്ന മിക്സ്ചർ ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ഒരു ബൈനറി മിക്സ്ചറിനെ നമ്മൾ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഇത് വേപ്പറായിട്ട് മാറും. ഇത് വേപ്പറായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇവർ ഒന്നിച്ചായിരിക്കും വേപ്പറായിട്ട് മാറുക. എ ബി സെപ്പറേറ്റ് അല്ല, എ ബി ഒന്നിച്ചായിരിക്കും എന്തായിട്ട് മാറുക, വേപ്പറായിട്ട് മാറുക. മാത്രമല്ല ലിക്വിഡായിട്ടിരുന്നപ്പോൾ ഇവരുടെ ആ ഒരു കോമ്പോസിഷൻ എങ്ങനെയായിരുന്നോ, ഓക്കെ, ലിക്വിഡായിട്ടിരുന്നപ്പോൾ ഇവരുടെ കോമ്പോസിഷൻ എങ്ങനെയായിരുന്നോ അതേപോലെ ആയിരിക്കും ഇവർ വേപ്പർ സ്റ്റേറ്റിലും കാണിക്കുന്നത്. ഓക്കെ, ലിക്വിഡ് ഫോമിൽ എങ്ങനെയാണോ അതേ കോമ്പോസിഷൻ വേപ്പർ ഫേസിലും അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിലും എക്സിബിറ്റ് ചെയ്യും. ഇവരെ നമുക്ക് അതേപോലെ തന്നെ ഒരു സിമ്പിൾ ഡിസ്റ്റിലേഷനിൽ ഒന്നും തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായ പറഞ്ഞ ബൈനറി മിക്സ്ചറിനെ, ഇപ്പോൾ ബൈനറി മിക്സ്ചർ എടുക്കുക, 2 ലിക്വിഡ്സിനെ, 2ഓ അതിൽ കൂടുതലോ ലിക്വിഡ്സിൻ്റെ ഒരു ബൈനറി മിക്സ്ചറിനെ പ്രത്യേക കോമ്പോസിഷനിലെടുത്ത് നമ്മൾ മിക്സ്ചറായിട്ട് എടുത്തു കഴിയുമ്പോൾ അവർക്കൊരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. അതിൽ വെച്ച് എന്താണ്, ഇത് വേപ്പറായിട്ട് മാറും. വേപ്പറായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്താണ്, വേപ്പർ സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഒരേ കോമ്പോസിഷൻ കാണിക്കും. ഓക്കെ, വേപ്പർ സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഒരേ കോമ്പോസിഷൻ കാണിക്കുന്നവരാണ് കോൺസ്റ്റന്റ് ബോയിലിംഗ് പോയിന്റ് ആണ്. സിംഗിൾ ലിക്വിഡ് മിക്സ്ചറായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിംഗിൾ സൊല്യൂഷൻ പോലെയാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ അസിയോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്താണ്, അസിയോട്രോപ്സ് ആണ്. ഓക്കെ, അസിയോട്രോപ്സ് ഓർത്തിരിക്കുക. Okay, next question. Which among the following is not usually a property of an ionic compound? അപ്പോൾ അയോണിക് കോമ്പൗണ്ട്സിൻ്റെയും കോവാലൻ കോമ്പൗണ്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചാണ്, പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ പഠിച്ചു, കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അയോണിക് കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്, ക്രിസ്റ്റലൈൻ നേച്ചർ, ഡിസോൾവ്സ് ഇൻ പോളാർ സോൾവെൻറ്റ്സ് ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ കമ്പയർ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നവർക്ക് വേഗത്തിൽ തന്നെ ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ ഇവർ ക്രിസ്റ്റലൈൻ ആണ്, പോളാർ സോൾവെൻറ്റ്സിൽ ഡിസോൾവ് ചെയ്യുന്നവരാണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളവരാണ്. അതെല്ലാം അയോണിക് കോമ്പൗണ്ടുകളുടെ പ്രോപ്പർട്ടി തന്നെയാണ്. കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി എന്ന് കാണുമ്പോൾ ഓർക്കും, ശരിയാണല്ലോ, അവർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നവരാണല്ലോ. പക്ഷേ അവിടെ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് മോൾട്ടൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനിലാണ് അവർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്തത്. അയോണിക് കോമ്പൗണ്ട് എന്ന് കേൾക്കുമ്പോഴേ സിമ്പിളായിട്ട് സോഡിയം ക്ലോറൈഡിനെ അങ്ങ് ഓർത്തേച്ചാൽ മതി. സോഡിയം ക്ലോറൈഡ് അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിലല്ലല്ലോ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ഒന്നുകിൽ അത് ഉരുകിയ അവസ്ഥയിൽ അല്ലേ, മോൾട്ടൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു അക്വസ് സൊല്യൂഷനിലാണത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് റോങ് ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് ആണ്. എങ്ങനെ വരണമായിരുന്നു, കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഇൻ ദ മോൾട്ടൻ സ്റ്റേറ്റ് എന്ന് വരണമായിരുന്നു. ക്ലിയർ ആണല്ലോ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മുടെ 21st ക്വസ്റ്റ്യൻ ആണ്. ദ ഹാലൈഡ് ഹാവിങ് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഈസ്. ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഹാലൈഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. NaCl ഉണ്ട്, NaI ഉണ്ട്, NaBr ഉണ്ട്, NaF ഉണ്ട് അല്ലേ. സോഡിയവുമായിട്ട് ചേർന്നിട്ടുള്ള ഹാലൈഡുകളാണെല്ലാം. സോഡിയം ക്ലോറൈഡ്, സോഡിയം അയഡൈഡ്, സോഡിയം ബ്രോമൈഡ് ആൻഡ് സോഡിയം ഫ്ലൂറൈഡ് ആണ്. 4 ഹാലൈഡുകളുണ്ട്. അപ്പോൾ ആൽക്കലി മെറ്റൽ ആണല്ലോ സോഡിയം. അപ്പോൾ ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ് ആണ്. 4 ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ആർക്കാണ് മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് ഓർത്തിരിക്കേണ്ടത് മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഒരു ഡിക്രീസിങ് ഓർഡർ അങ്ങ് ഓർത്തിരിക്കുക കൃത്യമായിട്ട്.
ഫ്ലൂറൈഡ് എപ്പോഴും ഓർത്തിരിക്കുക, ഫ്ലൂറൈഡിനായിരിക്കും ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ക്ലോറൈഡ് ആണ്. ദെൻ വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രോമൈഡ് ആണ്. ഓക്കെ, ദെൻ വരുന്നത് ഏതാണ്? ബ്രോമൈഡ് ആണ്. ലാസ്റ്റ് ആയിരിക്കും അയഡൈഡ്. അയഡൈഡിന് ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ ക്ലിയർ ആണല്ലോ. ഫ്ലൂറൈഡിനാണ് ഏറ്റവും ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ ആൽക്കലി മെറ്റൽ ഹാലൈഡ്സിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഡിക്രീസിങ് ഓർഡർ ആണ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ഫ്ലൂറൈഡ് ആണ്. അപ്പോൾ സോഡിയം ഫ്ലൂറിനുമായിട്ട് ചേർന്നിട്ടുള്ള സോഡിയം ഫ്ലൂറൈഡിനായിരിക്കും ഏറ്റവും ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫ്ലൂറിന് സ്മോളസ്റ്റ് സൈസ് അല്ലേ, വളരെ ഇലക്ട്രോനെഗറ്റീവ് ആണ് അല്ലേ. മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആണ് ഈ ഫ്ലൂറിൻ എന്ന് പറയുന്നത്. ഫ്ലൂറിൻ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആണ്, സ്മോളസ്റ്റ് സൈസ് ആണ്, അതുപോലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ബോണ്ടിങ് ആയിരിക്കും. സോഡിയം മെറ്റലുമായിട്ട് ചേരുമ്പോൾ സ്ട്രോങ്ങസ്റ്റ് ബോണ്ടിങ് ആയിരിക്കും. അപ്പോൾ അത് മെൽറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഹൈ ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഹീറ്റ് റിക്വയർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് വരുന്ന ആർക്കാണ്? സോഡിയം ഫ്ലൂറൈഡിനാണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22nd ക്വസ്റ്റ്യൻ ആണ്. ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം അക്കോർഡിംഗ് ടു പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ഏറ്റവും മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആൾ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറിനാണ്. പക്ഷേ ഓപ്ഷനിൽ ഫ്ലൂറിൻ ഇല്ല കേട്ടോ. ക്ലോറിൻ, സോഡിയം, ബ്രോമിൻ, ഓക്സിജൻ ആണ്. അതേപോലെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ഏതാണെന്നും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഓക്സിജൻ ആണ്. ഫസ്റ്റ് വരുന്ന ഫ്ലൂറിൻ ആണ്. അത് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ് ആ ഓർഡർ നമ്മൾ കൃത്യമായിട്ട്, ആ പോളിംഗ് സ്കെയിലിൻ്റെ ഓർഡർ കൃത്യമായിട്ട് പഠിക്കുക. വാല്യൂസ് എല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഓർഡർ എപ്പോഴും നമ്മൾ ഹയസ്റ്റ് ആർക്കാണ്, ലോവസ്റ്റ് ആർക്കാണ്, സെക്കൻഡ് വരുന്ന ആരാണ്, സെക്കൻഡ് ലാസ്റ്റ് ആരാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ക്ലോറിൻ, സോഡിയം, ബ്രോമിൻ, ഓക്സിജൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫ്ലൂറിനാണ്. ദെൻ വരുന്നത് അല്ലേ, ഫസ്റ്റ് വരുന്ന ഫ്ലൂറിനാണ്, ദെൻ വരുന്ന ഓക്സിജൻ ആണ് അല്ലേ, ദെൻ വരുന്നത് ക്ലോറിനാണ്. ഏറ്റവും ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ലാസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്രാൻസിയം ആണ്. അപ്പോൾ ഫസ്റ്റ് മോസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലൂറിനാണ്. അപ്പം ഫ്ലൂറിനകത്തില്ല. ദെൻ സെക്കൻഡ് വരുന്ന ഓക്സിജൻ ഓപ്ഷനിലുണ്ട്. അപ്പോൾ ആൻസർ എന്താ വരിക? ഓക്സിജൻ ആയിരിക്കും വരിക അല്ലേ. ഓക്സിജൻ കഴിഞ്ഞിട്ടാണ് ക്ലോറിൻ വരുന്നത്. അപ്പോൾ ഓപ്ഷനിൽ ക്ലോറിൻ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ആയിരുന്നു ഈ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ച് സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് വരുന്ന ക്ലോറിൻ ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട്. അതേസമയം ഫ്ലൂറിനും കൂടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് വരിക ഓക്സിജൻ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ അത് ഫ്ലൂറിനാണ്, സെക്കൻഡ് വരുന്നത് ഓക്സിജൻ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനും ഒന്ന് ശ്രദ്ധിക്കണം എപ്പോഴും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ചാർജ് ഓഫ് 4 coulomb is moved from a point having a potential 9 volt to another point having a potential 10 volt. The work done in moving the charge will be. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ചാർജ്, അതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 4 coulomb ആണ്. ആ 4 coulomb ചാർജിനെ നമുക്ക് 2 പോയിന്റുകൾക്കിടയിൽ മൂവ് ചെയ്യിപ്പിക്കണം അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് മൂവ്ഡ് ഫ്രം എ പോയിന്റ് ഹാവിങ് എ പൊട്ടൻഷ്യൽ 9 volt ടു അനദർ പോയിന്റ് ഹാവിങ് എ പൊട്ടൻഷ്യൽ 10 volt. അപ്പോൾ ഒരു പോയിന്റ് അവിടുത്തെ പൊട്ടൻഷ്യൽ 9 volt ആണ്, അടുത്ത ഒരു പോയിന്റ് അവിടുത്തെ പൊട്ടൻഷ്യൽ 10 volt ആണ്. അപ്പോൾ ഇതിനിടയിലാണ് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കേണ്ടത് അല്ലേ. അപ്പോൾ 9 വോൾട്ടിൽ നിന്ന് 10 വോൾട്ടിലേക്കാണ് മൂവ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ V1 9 volt ആണ്, V2 എന്ന് പറഞ്ഞാൽ 10 volt ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നു. നമ്മൾ കൊണ്ടുപോകുന്ന ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? ആ ചാർജ് Q എന്ന് പറയുന്നത് 4 coulomb ആണ്. 4 coulomb ചാർജിനെയാണ് മൂവ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ് മൂവ്ഡ് ആണ് അല്ലേ. വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ് മൂവ്ഡ്. അപ്പോൾ മൂവ് ചെയ്യിപ്പിക്കുന്ന ചാർജ് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ് മൂവ്ഡ് ആണ്. ഇവിടെ നമുക്ക് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. പൊട്ടൻഷ്യലുകൾ അറിയാം, V1ഉം V2ഉം അറിയാം. അവരുടെ ഡിഫറൻസ് കാണണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറയുന്നത് എന്തായിരിക്കും? V2 മൈനസ് V1 ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറയുന്നത് എന്താണ്? V2 മൈനസ് V1. ഫൈനൽ പൊട്ടൻഷ്യൽ 10 വോൾട്ടിൽ നിന്നും ഇനീഷ്യൽ പൊട്ടൻഷ്യൽ 9 വോൾട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ 10 മൈനസ് 9 അല്ലേ. 10 മൈനസ് 9 എന്ന് പറയുമ്പോൾ നമുക്ക് 1 വോൾട്ട് എന്ന് കിട്ടി. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടി. മൂവ് ചെയ്യിപ്പിക്കുന്ന ചാർജ് നമുക്കറിയാം 4 coulomb ചാർജ് ആണ് അല്ലേ. Q എന്ന് പറയുന്നത് 4 coulomb ആണെന്നറിയാം. ഇനി എന്ത് കണ്ടുപിടിക്കണം? വർക്ക് ഡൺ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ W ഈസ് ഈക്വൽ ടു എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ് മൂവ്ഡ് ആണ്. ദാറ്റ് ഈസ് 1 ഇൻറ്റു എന്താണ്? 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 ആണ്. യൂണിറ്റ് കൃത്യമായിട്ട് എടുക്കുക, ജൂൾ ആണ്. 4 ജൂൾ ആണ്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ 4 ജൂൾ ആണ്. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചാലേ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പർട്ടിക്കുലർ പോയിന്റ് ആണല്ലേ. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മൾ കൊണ്ടുവരുന്നതിനുള്ള വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. 2 പോയിന്റുകൾക്കുള്ള പൊട്ടൻഷ്യലിൻ്റെ വ്യത്യാസമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ്
ചാർജ് മൂവ്ഡ് എന്നുള്ള V = W/Q. ആ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇക്വേഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. V = W/Q ആണ്. അപ്പോൾ ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നാൽ ചെയ്യാൻ പറ്റും. അതേപോലെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കുളോംസ് ലോയും ഓർത്തിരിക്കുക. 1/4πε0 × Q1 Q2/r². ഓക്കെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ, കുളോംസ് ലോയെ. അതേപോലെ തന്നെ ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ് ഗ്രാവിറ്റേഷണൽ ലോയിൽ നമ്മൾ പഠിച്ചല്ലേ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക.